സർവത്ര ദേവീ നാമസങ്കീർത്തനം. മഹാദേവ്യൈ നമഃ. സല്ലാത്രത്തിലൊഴിച്ചതില്ലൊരുതവിത്തോയം ഗുരുശ്രീപദ പൊൻപൂവുന്നു തലോടിയില്ല സമയേ ചെയ്തില്ല സന്ധ്യാർച്ചനം. കൽപ്പേറും യമരാജ കിങ്കരകര വ്യാപാര ഘോരാമയം നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമേ ഭയം. ദേവി ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 30-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മായയിൽ അകപ്പെട്ട പുറത്തു വന്ന നാരദൻ തൻ്റെ സംശയങ്ങളെ ഭഗവാനോട് ശ്രീഹരിയോട് ചോദിക്കുന്നതും ശ്രീഹരി ആ മായാപ്രഭാവത്തിനെക്കുറിച്ച് നാരദന് കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശങ്ങളുമാണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. ദുഃഖാത്മകങ്ങളായിട്ടുള്ള സ്വപ്നങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ സ്വപ്നത്തിലുണ്ടായ ഈ ദുഃഖ അനുഭവങ്ങൾ അറിയുന്നത് ഉണരുമ്പോഴാണ്. ഓരോന്നും ഓർത്തൊത്ത് അന്യരോട് വിസ്തരിക്കുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. സ്വപ്നത്തിലാണ് ഈ സുഖവും ദുഃഖവും ഉണ്ടാവുന്നത്. പക്ഷേ അത് അറിയുന്നത് നമ്മൾ ജാഗ്രത അവസ്ഥയിൽ ഉണരുന്ന സമയത്താണ്. അത് നമുക്ക് സ്മരണയിലും ഉണ്ടാവുന്നുണ്ട്. നമ്മളതിനെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. സ്വപ്നത്തിലായിരിക്കുമ്പോൾ അതൊരു ഭ്രമമാണ്, അറിയണില്ല. പാന കുത്താൻ വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടണില്ല. മുത്തശ്ശൻ വീട്ടിലേക്ക് വന്നു ഇരുന്ന് ഒരുമിച്ച് ഊണ് കഴിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ്വപ്നത്തിൽ കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വയറിലേക്ക് ആഹാരം പോകുന്നുണ്ടോ? അതൊന്നുമില്ല. ഇതൊക്കെ സ്വപ്നത്തിൽ നടക്കുന്നതാണ്. പക്ഷെ അപ്പോഴേ ഉണ്ണണില്ലേ എന്ന് വെച്ചാൽ ഉണ്ണുന്നുണ്ട്, ഓടണില്ലേ എന്ന് ചോദിച്ചാൽ ഓടാൻ നോക്കുന്നുണ്ട്, വീണില്ലേ എന്ന് വെച്ചാൽ വീണുണ്ട്, പുലിയെ കാണുന്നില്ലേ, ആനയെ കാണുന്നില്ലേ, മുത്തശ്ശനെ കാണുന്നില്ലേ, ഒക്കെ ഉണ്ട്. അത് സത്യമായിട്ടാണ് തോന്നുന്നത്. ഇതാണ് മായയുടെ ലീല എന്ന് പറയണത്. അനുഭവ അവസ്ഥയിൽ സത്യമെന്ന പ്രതീതി ഉണ്ടാക്കുന്നതും പക്ഷേ അസത്യവുമായിട്ടുള്ളതാണ് ഈ സ്വപ്നം. അതുപോലെ തന്നെയാണ് നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ഈ അവസ്ഥകളും. ഇത് സംഭവിക്കുന്നത് മായ കൊണ്ടാണ്. മായാഗുണങ്ങളുടെ ദുർഘടമായിട്ടുള്ള അതിൻ്റെ അറ്റം കാണാൻ മഹാവിഷ്ണു പറയണേ, നാരദ എനിക്കും കഴിവൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ബ്രഹ്മാവിനും ശിവനും. പിന്നെ എങ്ങനെയാണ് അല്പജ്ഞാനികളായിട്ടുള്ള മനുഷ്യന് ആ മായയുടെ ശക്തി, ആ മായയുടെ ബലം എത്രമാത്രമാണ് എന്നറിയാൻ കഴിയുക? അതൊക്കെയല്ലേ ചോദിച്ചത്. മായ എന്താണ്, മായയുടെ ശക്തി എന്താണ് എന്നൊക്കെ. ആ മായയുടെ ശക്തി എന്നുള്ളത്, പരമമായിട്ടുള്ള മായയുടെ ശക്തി എന്നുള്ളത് ത്രിമൂർത്തികളായിട്ടുള്ള ഞങ്ങൾക്ക് പോലും വാസ്തവത്തിൽ അറിവുള്ള കാര്യമല്ല, ദേവിയുടെ മായയെ. അപ്പം പിന്നെ അജ്ഞാനികളായിട്ടുള്ള മനുഷ്യന് എങ്ങനെ അറിയാൻ കഴിയുക? അവർക്ക് അതിനുള്ള അറിവുകളൊന്നും ഉണ്ടാവുന്നില്ല. ജംഗമങ്ങളായിട്ടുള്ള സകലതും ഈ ഗുണത്രയ നിർമ്മിതമാണ്. ഗുണത്രയം എന്ന് പറഞ്ഞാൽ സത്വ രജ തമോ ഗുണങ്ങളെ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഗുണങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സംസാരവുമില്ല. അപ്പോൾ ഈ സംസാരം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദേവി ത്രിഗുണങ്ങളെ വെച്ചുകൊണ്ടാണ്. സത്വം, രജസ്, തമസ്. ഈ സത്വരജ തമോ ഗുണങ്ങളെ, ത്രിഗുണങ്ങൾക്ക്
ഈ സത്വരജ തമോ ഗുണങ്ങൾ ആരുടെ അധീനത്തിലാണ് എന്ന് ചോദിച്ചാൽ മഹാമായയുടെ അധീനത്തിലാണ്. ഞാൻ വാസ്തവത്തിൽ സത്വഗുണ പ്രധാനിയാണ്, എങ്കിലും എനിക്ക് രജോ ഗുണവും തമോ ഗുണവുമുണ്ട്. വിഷ്ണു പറയുന്നതാണ് കേട്ടോ നാരദനോട്. സത്വഗുണപ്രധാനിയാണ് വിഷ്ണു. സത്വഗുണത്തിനെ സ്വീകരിച്ചുകൊണ്ട് വിഷ്ണു പരിപാലനവും, രജോ ഗുണത്തിനെ സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടിയും, തമോ ഗുണത്തിനെ സ്വീകരിച്ചുകൊണ്ട് മഹാദേവൻ സംഹാരവും ചെയ്യണു എന്നാണല്ലോ. അപ്പോൾ സത്വഗുണപ്രധാനിയാണ് ഞാൻ. പക്ഷേ എങ്കിലും എനിക്കുണ്ട് ഈ രജോ ഗുണവും തമോ ഗുണവും. ഞാനൊരിക്കലും ഈ ഗുണങ്ങൾ മൂന്നും ഇല്ലാത്തവനായിട്ടിരിക്കണില്ല. ഈ 3 ഗുണങ്ങളും എന്നെയും ബാധിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഹേ നാരദ, അങ്ങയുടെ പിതാവായ ബ്രഹ്മാവും രജോ ഗുണപ്രധാനനാണ്. അദ്ദേഹത്തിനുമുണ്ട് തമോ ഗുണവും സത്വ ഗുണവും. അതില്ലാതെ കണ്ട് അദ്ദേഹത്തിനില്ല. അതുപോലെ തന്നെ മഹാദേവനും തമോ ഗുണപ്രധാനനാണ്, സംഹാരമൂർത്തിയാണ് അദ്ദേഹം എന്നുണ്ടെങ്കിലും രജസ്സുകൾ അദ്ദേഹത്തിലും ഉണ്ട്. അപ്പോൾ ഗുണത്രയ വിഹീനനായ ആരെങ്കിലും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും ഈ സംസാരം തന്നെ ഗുണത്രയങ്ങളെ കൊണ്ടാണ് ദേവി സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ സംസാരത്തിലുള്ള എല്ലാവർക്കും അത് ബാധകമാവുമല്ലോ. ആരാ ബാധകമില്ലാതെ കണ്ട ഗുണത്രയങ്ങൾ സത്വരജ തമോ ഗുണങ്ങൾക്ക് അധീനമല്ലാതെ കണ്ടിരിക്കുന്നവരാരുള്ളത്? അതുകൊണ്ട് ഹേ നാരദ, ഈ സംസാരത്തിൽ അങ്ങ് മോഹിതനാകേണ്ട ആവശ്യമില്ല. മായ നിർമ്മിതമായിട്ടുള്ള ഈ സംസാരം നിസ്സാരവും അപാരവും പരമ ദുർഘടവുമാണ് എന്നങ്ങ് മനസ്സിലാക്കണം. അങ്ങിതായിപ്പോൾ ദൃഷ്ടാമായ ത്വയാദ്യൈവ ഭുക്താ ഭോഗാഹ്യനേകശാക്കിം പൃച്ഛസി മഹാഭാഗ തസ്യ ചരിതമദ്ഭുതം. അങ്ങിപ്പോൾ മായയെ ദർശിച്ചു, അനേകം ഭോഗങ്ങളും അനുഭവിച്ചു. അദ്ഭുതാവഹമായിട്ടുള്ള ആ മായാചരിതത്തെക്കുറിച്ച് ഇനി അങ്ങ് എന്താണ് തുടർന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ന് മഹാവിഷ്ണു നാരദനോട് ചോദിക്കുന്ന ആ ചോദ്യത്തോടു കൂടിയാണ് 30ാമത്തെ ഈ അധ്യായം ഇവിടെ പരിസമാപിക്കുന്നത്. ആ മായാമോഹത്തെ കുറിച്ച് നാരദനുണ്ടായ സംശയങ്ങളും അതിനെ നാരദന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗങ്ങളുമാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് നാം അവലോകനം ചെയ്തു കൊണ്ടുപോയത്. ഇനി നമുക്ക് നാളെ മുതൽ അടുത്ത 31ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. എല്ലാവർക്കും ദേവിയുടെ സകല അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ശ്രീ മഹാദേവ്യേ നമഃ. ശ്രീ ഹരയേ നമഃ.